എന്നോട് പറഞ്ഞു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കണം. ഞാൻ ഇന്ന് കരിയർ ഗൈഡൻസ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ കുറെ ബോറിംഗ് ആയിട്ട് നമ്മള് സ്കൂളിൽ നിന്ന് മറ്റൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ടൈറ്റിൽ ഒന്ന് മാറ്റി. ടൈറ്റിൽ എന്താണ്? വായിക്കാൻ കിട്ടുന്നുണ്ടോ? എന്താണ്? കരിയർ ഗൈഡൻസ് വെട്ടി. എന്താണല്ലേ? എങ്ങനെ പൈസക്കാരനാവാം അല്ലെ, എങ്ങനെ കാശ് ഉണ്ടാക്കാം. താല്പര്യമുണ്ട് അറിയാന്? എങ്ങനെ പൈസക്കാരനാവാം. നമ്മൾ ഏത് കോഴ്സ് എടുത്താൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റും. ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടണം? ഒരു മാസം എത്ര രൂപ ശമ്പളമുള്ള ജോലി നിങ്ങൾക്ക് വേണം? 10 ലക്ഷം അല്ലെ. അതായത് ഒരു കൊല്ലം കൊണ്ട് 1,20,00,000 രൂപ ശമ്പളം നമുക്ക് വേണം. ഓക്കെ, അതിനു വേണ്ടി ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്? AI പഠിക്കണോ? സൈബർ സെക്യൂരിറ്റി പഠിക്കണോ? ഇനി അതല്ല വേറെ എന്തെങ്കിലും പഠിക്കണോ? അത് 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? 2 കൊല്ലം എടുക്കോ? എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങള് ഒന്ന് കാണേണ്ടതുണ്ട്. ഓക്കെ, എന്റെ പേര് അജ്മൽ. ഞാൻ X&Y ലേണിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ CEO ആണ്. IIT മദ്രാസിലാണ് പഠിച്ചത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തു. ഇപ്പൊ ഇടയ്ക്ക് ഇതേപോലെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസിലൂടെ എഡ്യൂക്കേഷനെ കുറിച്ചും കരിയേഴ്സിനെ കുറിച്ചും സംസാരിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന ഒരു കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എത്ര വയസ്സായി ഇപ്പോ? എത്ര വയസ്സായി? 15, 12, 13, 17, 18 വയസ്സുള്ള മിടുക്കന്മാരും മിടുക്കുകളുമാണ് എന്റെ കൂടെ ഇരിക്കുന്നത്, എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എത്രാമത്തെ വയസ്സിലാണ് നമ്മൾ സാധാരണ റിട്ടയർ ആവുക? ഒരു ഗവൺമെന്റ് ജോബാണെങ്കിൽ 55, 60 വയസ്സാവില്ലേ റിട്ടയർ ആവാൻ. ഒരു 15 വയസ്സുകാരനായ നിങ്ങൾ 60 വയസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ എത്ര കാലം എടുക്കും? 60 - 15 45 കൊല്ലെടുക്കും. ഇതേതാ വർഷം? 2026. 2026 45 കൂട്ടിയാല് 2026 + 45 കണക്കറിയോ നോക്കട്ടെ. 2000 കണക്കൂട്ടുണ്ട് ചിലത്. 2071 അല്ലെ, 2071. 2020 30 ജീവിക്കേണ്ട ആളുകളല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ആരാണ്? 2040 50 ഈ ലോകത്തെ നയിക്കേണ്ട ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കാണ്. 2071 ആകുമ്പോഴേക്ക് ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും? എന്തൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക്? 2071 നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ റിട്ടയർ ആവുന്ന ലോകം. ഇപ്പോൾ 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ +2ലോ പഠിക്കുന്ന നിങ്ങൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ജോബൊക്കെ കിട്ടി, ചിലപ്പോൾ റിസർച്ചിന് പോയി, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായി നല്ല ബിസിനസ്സുകൾ തുടങ്ങി, അതല്ലെങ്കിൽ അതോടൊപ്പം നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളായി, ആ കുട്ടികളൊക്കെ വളർന്ന് വലുതായി, അവര് നിങ്ങളെപ്പോലെ ഇവിടുന്ന് സ്കൂളിലൊക്കെ പോയി ഇവിടെ ഇങ്ങനെ അവാർഡൊക്കെ വാങ്ങി, ആ കുട്ടികൾക്ക് കുട്ടികളായി നിങ്ങളൊക്കെ വല്യപ്പാരും വല്യമാരായിട്ട് പല്ലൊന്നും ഇല്ലാതിരിക്കുന്ന കാലം അല്ലെ 2071. അന്ന് ജീവിക്കേണ്ട ആൾക്കാരാണ് നമ്മള്. അന്നത്തെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും? AI എല്ലായിടത്തും വന്നിട്ടുണ്ടാവും. വെരി ഗുഡ്. പിന്നെ നമ്മുടെ റോഡിൽ ഞാൻ വരുമ്പോ വൈലത്തൂർ ബ്ലോക്കാണ്, എടരിക്കോട് ബ്ലോക്കാണ്, എല്ലായിടത്തും ബ്ലോക്കാണ്. നമ്മുടെ റോഡൊക്കെ മാറുമോ? എന്തായിരിക്കും അല്ലെ? പറക്കുന്ന കാറുകൾ വരും. 6 വരിപ്പാതൊക്കെ വന്നു. ഇനി 6 ഇനി 16, 20 വരി, അല്ലെങ്കിൽ നമ്മൾ പറക്കുന്ന കാറുകൾ വരും. പിന്നെന്താ ചെയ്യാ അല്ലെ? നമ്മുടെ വീടുകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റോബോട്ടുകൾ ഉണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് വരാനുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ ഒരുപാട് മാറ്റങ്ങൾ. മേ ബി അടുത്തൊരു തവണ ഈ ഒരു ക്ലാസ്സിൽ വന്ന് സംസാരിക്കുന്ന ഞാനായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ ദുബായിലോ ആയിരിക്കും. എന്റെ ഹോളോഗ്രാം ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കുക അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് വന്നുകൊണ്ടേയിരിക്കും. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാറ് കാര്യം പറഞ്ഞതാ. നിങ്ങളൊന്നും ചിലപ്പോൾ ഇവിടെ അവിടെ ജീവിക്കുക. 2070 60 നിങ്ങൾ വല്ല മാഴ്സിലോ അല്ലെങ്കിൽ മൂണിലോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലായിരിക്കും ചിലപ്പോൾ ജീവിക്കുക എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഇയാൾ ഇവിടെ ഒന്ന് എന്തൊക്കെയാ മണ്ടത്തരം പറയുന്നു? ആരുമില്ലേ? കുറച്ച് ആൾക്കാരോട് എനിക്ക് സപ്പോർട്ടായി കൈ കൊടുക്കാൻ. ഒരു 10 കൊല്ലം മുമ്പാണ് ഈ ക്ലാസ് ഉള്ളത്, അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പാണ് ഈ ക്ലാസ് നടക്കുന്നത് വിചാരിക്കുക. എന്റെ അടുത്ത് ഈ ഫോൺ ഉണ്ടാവോ? ഐഫോൺ ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ വാങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഏതാണ്? ഏത് ഫോണാണ്? ഐഫോൺ അല്ല, സാംസങ് അല്ല, നോക്കിയയുടെ 1100 എന്ന് പറയുന്ന ഒരു ഫോണാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ള ഫോൺ. ഓക്കെ, നോക്കിയ 1100. ഞാനൊക്കെ ചെറുപ്പത്തിൽ ടോർച്ച് ഫോൺ എന്നാണ് ഞങ്ങളൊക്കെ അതിനെ വിളിച്ചിരുന്നത്. ഇവിടുത്തെ മുതിർന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും.
എന്നാൽ ഇന്ന് നോക്കിയ ഫോണ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, വല്യമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെ, നമ്മളൊക്കെ ഉപയോഗിക്കോ? വെറുതെ തന്നാലും വേണ്ട, വെറുതെ തന്നാലും വേണ്ട, അല്ലേ? അല്ലെ? എന്താ കാരണം? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ഇന്ന് ആരും ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താ? 2007 എൻഡില് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി വന്നു. സ്റ്റീവ് ജോബ്സ് എന്താ പറഞ്ഞത്? ഞാൻ പുതിയൊരു സംഭവം കൊണ്ടുവരാണ്. എന്താ അതിന്റെ പേര്? ഐഫോൺ. അല്ലെ? ഐഫോണിൽ ഇതില് ഫോൺ വിളിക്കാൻ മാത്രമല്ല, ഇതിൽ കീപാഡ് ഇല്ല, ഇതിൽ സ്റ്റൈലസ് ഇല്ല, ഇതിൽ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും, ഇതിലെനിക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ സിനിമയോ കാണാൻ പറ്റും, ഇതിൽ ലോകത്ത് വിവിധ സ്ഥലങ്ങളിലോട്ട് പോകാൻ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ? നിങ്ങളുടെ മുമ്പിൽ ഒരു മിനി കമ്പ്യൂട്ടർ. അന്ന് നോക്കിയ വിചാരിച്ചു ഇതൊന്നും ആരും വാങ്ങാൻ പോണില്ല. ആൻഡ്രോയിഡ് വന്നു, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു. നോക്കിയ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. ഇന്നത്തെ ഈ സെഷന്റെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഫസ്റ്റ് മെസ്സേജ് ഇതാണ്. എന്താണ്? ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിട്ടുള്ള നോക്കിയ തകർന്നടിഞ്ഞെങ്കിൽ നമ്മൾ ആസ് എ പേഴ്സൺ അത്രക്ക് വലുതാണോ? അല്ല. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി മാറും. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര റീൽസ് ഇന്നലെ കണ്ടിട്ടുണ്ടാവും നമ്മള്? എത്ര റീല് കണ്ടിട്ടുണ്ടാവും? 100 റീല്, 200 റീല്, എത്ര സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും, അല്ലെ? പക്ഷേ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഏറ്റവും താല്പര്യം എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻസ് തരാം. 2 ഓപ്ഷൻ ശ്രദ്ധിക്കണം. 2 ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ ഒരു റീല് കാണാം, അല്ലെങ്കിൽ ഒരു 100 റീല് കാണാം. രണ്ടാമത്തെ ഓപ്ഷൻ ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഏതാ നിങ്ങൾ ചൂസ് ചെയ്യാ? റീല് കാണും. ഉറപ്പല്ല, ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ? എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്കിഷ്ടം. പക്ഷേ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ആലോചിക്കണം, ചിന്തിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഒന്നാമത് പറയാനുള്ളത്. ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ വിഷയം, ഏത് കോഴ്സിനാണ് സ്കോപ്പ് ഉള്ളത്, ഏത് കോഴ്സ് എടുക്കണം? ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണോ, ബിസിനസ് തുടങ്ങണോ? എവിടെ പോയാലാണ് കൂടുതൽ പൈസ കിട്ടുക? ഇതാണ് ചോദ്യം. എന്താ ഏറ്റവും പൈസ കിട്ടുന്ന ഫീൽഡ് ഏതാണ്? നിങ്ങൾ പറയും. ട്രേഡിങ്, അല്ലെ? പിന്നെ വേറെന്താണ്? ഒരു ഡോക്ടർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ഒരു ഡോക്ടർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ഒരു മാസം? 1 lakh. അത് മതിയോ? ആരെ 10 ലക്ഷം വേണമെന്ന് പറഞ്ഞില്ലേ? 1 lakh കൊണ്ടൊക്കെ നമുക്ക് തികയോ? അല്ലേ? ബിസിനസ് മാൻ ആവണം. വെരി ഗുഡ്. ബിസിനസ് മാൻ ആയിട്ട് എത്ര രൂപ ശമ്പളം കിട്ടും ഒരു മാസം? 10 ലക്ഷം. അതിന് നമ്മൾ വിട്ടിട്ടില്ല. 10 ലക്ഷം തന്നെ നമുക്ക് വേണം. ഓക്കെ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഓക്കെ. അതിനുവേണ്ടി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കാം. ഓക്കെ. ഇതെന്താണ് എന്റെ കയ്യിലുള്ളത്? പേന, അല്ലെ? ഈ പേന ഞാൻ ഇവിടെ വിൽക്കാൻ പോവാണ്. ഈ പേന വിൽക്കാൻ പോവാണ്. എത്ര രൂപ തരും? 5 കുറവല്ല. ഞാൻ 40 രൂപ എടുത്ത് വാങ്ങിയിട്ടല്ല. 10 രൂപ അല്ലല്ല, ഞാനിതിന് 500 രൂപ തന്നാലേ ഞാൻ തരുള്ളൂ. ആർക്കെങ്കിലും വേണോ? വേണ്ട. 500 രൂപയ്ക്ക് ആരും പെണ്ണ് വാങ്ങാൻ റെഡിയല്ല. അതെന്താ? ഫ്രീ ആയി കിട്ടിയാലും വേണ്ട. എന്താണ് നിങ്ങൾ 500 രൂപയ്ക്ക് പെണ്ണ് വാങ്ങാൻ റെഡി അല്ലാത്തത്? അത് 10 രൂപയ്ക്ക് വേറെ കിട്ടും, അല്ലെ? പെണ്ണ് 10 രൂപയ്ക്ക് വേറെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാത്തത്? നിങ്ങൾ ഈ പേന വാങ്ങാത്തത്. പക്ഷേ ഈ പേനക്ക് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പേനന്റെ ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേനയാണ്. ഈ പേനന്റെ ഈ നിബിന്റെ അടുത്ത് കുറെ ചെറിയ മൈന്യൂട്ട് ക്യാമറകൾ ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. കുറെ മൈന്യൂട്ട് ക്യാമറകൾ. ഇതെന്താ ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ഈ പേന ഇങ്ങനെ അവിടെ വെച്ചാൽ മതി. ഈ പേനയിലെ ക്യാമറ വഴി ക്വസ്റ്റ്യൻസ് ഒക്കെ റീഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഉത്തരം എഴുതും. ഓട്ടോമാറ്റിക്കലി ഉത്തരം എഴുതും. പേന 1000 രൂപ. ആർക്കാ വേണ്ടത്? വേണോ? അല്ലേ? എന്തുകൊണ്ടാ ഈ പേന എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണം? ഈ പേനക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലുണ്ട്, അല്ലേ? അതുകൊണ്ട് നമുക്കിത് വേണം. ഈ പേനക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സ്കിൽ. അങ്ങനെ തന്നെ ആരും ഇത് കഴിഞ്ഞതിന്റെ അടുത്ത് വരണ്ട. അത് സാധാരണ പേനയാണ്. ഇത് കഴിഞ്ഞിട്ട് ആ പേന ഒന്ന് തരുമോ സാറേ എന്ന് ചോദിച്ചു വരണ്ട. ഓക്കെ. ഈ പേനക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലുണ്ട്. എങ്ങനെ കാശുണ്ടാക്കാം? 10 രൂപയുടെ പേന 50 രൂപയുടെ പേനക്ക് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ പേന എഴുതാൻ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റണം, അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ സ്കിൽസ് വാല്യുബിൾ ആവണം.
നമ്മുടെ സ്കിൽസ് നമുക്കൊരു കാര്യം ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ വിചാരിക്കുക, നാളെ SSLC പരീക്ഷയാണ്. ഈ തിരൂർ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ പെണ്ണിനും സംഭവം അപ്രത്യക്ഷമായി വിചാരിക്കാം. എന്റെ അടുത്ത് ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ. നാളെ പരീക്ഷയാണ്, നാളെ PSC പരീക്ഷ, SSLC അല്ലെങ്കിൽ LSS USS എന്തോ പരീക്ഷ. ഈ പേന നിങ്ങൾക്ക് വേണ്ടി വരുമോ? വേണം. എത്ര രൂപ തരും? ചോദിക്കുന്ന പൈസ തരും, അല്ലേ? കാരണം എന്താ? ഈ പേന റെയർ ആണ്, അല്ലെ? വേറെ ആരെടുത്തും ഇല്ലാത്തതാണ്. നിങ്ങളടുത്ത് റെയർ ആൻഡ് വാല്യുബിൾ ആയിട്ട് എന്താണ് ഉള്ളത്? നിങ്ങളടുത്ത് റെയർ ആൻഡ് വാല്യുബിൾ ആയിട്ട് എന്താണുള്ളത്? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അതിന് പേ ചെയ്യും. ആളുകൾ അതിന് പേ ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ഡ്രൈവറുണ്ട്. ഒരു ഡോക്ടറുണ്ട്, ഡ്രൈവറുണ്ട്. ഒരു ഡോക്ടർക്ക് നേരത്തെ ആരാ പറഞ്ഞ ശമ്പളം? ഡോക്ടർ ശമ്പളം എത്ര പറഞ്ഞേ? 1,00,000 രൂപ ശമ്പളം. ഓക്കെ, 1,00,000 രൂപ ശമ്പളം. ഒരു ഡ്രൈവർക്ക് നിങ്ങൾ 1,00,000 രൂപ ശമ്പളം കൊടുക്കോ? ഇല്ല. എത്ര രൂപ കൊടുക്കും? 15,000, 20,000 രൂപ കൊടുക്കും. ഇത് ശരിയാണോ? ഒരു ഡോക്ടർ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, ഒരു ഡ്രൈവർ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. ഒരാൾക്ക് നിങ്ങൾ 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ശമ്പളം കൊടുക്കുന്നു, അടുത്ത ആൾക്ക് 1,00,000 അല്ലെങ്കിൽ ചിലപ്പോൾ 2,00,000 രൂപ ശമ്പളം കൊടുക്കുന്നു. ഇത് ന്യായമാണോ? ഇത് നീതിയാണോ? അല്ല. എന്താ? ഡോക്ടർ വലിയ ആളാണ്, ഡോക്ടറിന് വലിപ്പം കൂടുതലാ? എന്താ? ഡോക്ടർ കുറെ ജോലി, ഡോക്ടർ 8 മണിക്കൂർ ജോലി ചെയ്യണുള്ളൂ, ഡ്രൈവർ 8 മണിക്കൂർ ജോലി ചെയ്യണുള്ളൂ. പിന്നെന്താ ഡോക്ടർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നത്? സ്കില്ല് വ്യത്യാസം എന്താണ്? ഒരാൾക്ക് നല്ല ഡ്രൈവിംഗ് സ്കില്ലുണ്ട്, ഒരാൾക്ക് നല്ല മുറിയൊക്കെ വെച്ചിട്ടാനും മരുന്ന് കൊടുക്കാനൊക്കെ അത് എത്രയല്ലേ ഉള്ളൂ? 2 ഡിഫറൻറ്റ് സ്കിൽസ്. ജീവൻ രക്ഷിക്കുന്നുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയാലോ? ഡ്രൈവർ ജീവൻ രക്ഷിക്കല്ലേ ചെയ്യണത്? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് കയ്യുമ്പോ മുറിഞ്ഞാലൊക്കെ ഇത് ഒട്ടിച്ച് ജീവൻ രക്ഷിക്കല, മരുന്നൊക്കെ എഴുതി, അങ്ങനൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർക്ക് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുന്നത്? ഡോക്ടർ കൂടുതൽ കാലം പഠിച്ചു, MSc B.Ed ഉള്ള ഡ്രൈവറാണ്, എന്നാലോ 5 കൊല്ലം പഠിച്ച് ഡ്രൈവർ കൊടുക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ടാ? ഒരു ഡ്രൈവർ നിങ്ങൾ പുറത്താക്കിയാല്, ഡ്രൈവറെ വേണ്ടാന്ന് വിചാരിക്കാം. ഒരാൾക്ക് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ എത്ര സമയം വേണം? 2 മാസം, അല്ലേ? 2 മാസം കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് 35 ക്ലാസ് വാങ്ങി ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രൈവർ ആകാൻ പറ്റും. ഒരു ഡോക്ടർ ആവണമെങ്കിലോ 5.5 കൊല്ലം പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതി 5.5 കൊല്ലം പഠിച്ചിട്ടാണ് ഒരാൾ ഡോക്ടർ ആവണത്, അല്ലേ? അത്ര കൊല്ലം പഠിച്ചു എന്നുള്ളതല്ല, ആ ഡോക്ടറെ മാറ്റിയാൽ ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ കൊടുന്നു വെക്കാൻ ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഡോക്ടർക്ക് വാല്യൂ കൂടുന്നത്. ആ ഡോക്ടർ എന്താണ്? ഡ്രൈവറെക്കാളും നേരത്തെ പറഞ്ഞ റെയർ ആണ്. അധികം ഡോക്ടർമാരില്ല, അതിനേക്കാളും കൂടുതൽ എന്തുണ്ട്? ഡ്രൈവർമാരുണ്ട്, അല്ലേ? ഈ വേറെ തിരിച്ചുള്ള സിനാരിയോ അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്നാലും ശരിയാണോ ഡോക്ടർമാരും ഡ്രൈവർമാരൊക്കെ ഡിഫറൻറ്റ് ശമ്പളം വാങ്ങുന്നത്? ഒരു ഫോർമുല 1 ഡ്രൈവർ ആണെങ്കിലോ? ഫോർമുല 1 കണ്ടില്ലേ ഞങ്ങള്? കാർ റേസിംഗ്. ഒരു ഫോർമുല 1 ഡ്രൈവർ ആണെങ്കിലോ? ലൂയിസ് ഹാമിൽട്ടൺ, മൈക്കൽ ഷൂമാക്കർ, അല്ലെ? എത്ര രൂപ ശമ്പളം വാങ്ങും? 50 ലക്ഷം, 1 കോടിയൊക്കെ ചിലപ്പോൾ റേസിന് വാങ്ങുന്നുണ്ടാവും, അല്ലെ? അതെന്താണ്? അത് എക്സ്ട്രീം ലെവൽ ഓഫ് സ്കില്ല് ഡ്രൈവിംഗിലുള്ളതുകൊണ്ട്. എക്സ്ട്രീം ലെവൽ ഓഫ് സ്കില്ല് ഡ്രൈവിംഗിലുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കാശ് ഉണ്ടാക്കാനുള്ള മാർഗം ആക്ച്വലി വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക? നിങ്ങൾ നല്ല സ്കിൽഡായി മാറാം. എന്താവട്ടെ, നിങ്ങൾ പഠിക്കുന്നത് ഏത് കോഴ്സ് ആണെങ്കിലും ഏറ്റവും സ്കിൽഡായി മാറുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു. ഒരു ലേഡി 1,00,000 രൂപ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നു. എങ്ങനെയാണെന്നറിയോ? സാരി ചുറ്റി കൊടുക്കലാണ് ഒരു പണി. സാരി ചുറ്റി കൊടുക്കുക. പക്ഷെ സാരി ചുറ്റി കൊടുക്കുന്നത് ആർക്കാ? സെലിബ്രിറ്റീസിനാണ്. അതാ പറഞ്ഞത് റെയർ ആൻഡ് വാല്യുബിൾ സ്കിൽ. സെലിബ്രിറ്റീസിന് സാരി ചുറ്റി കൊടുക്കുക. ഒരു തവണ 100-ലധികം ദിവസത്തിൽ സാരി ചുറ്റാന് 30 പേർക്ക് അറിയാന്നുള്ളതാണ്, അല്ലെ? ഒരു ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് എന്തുണ്ടാകാൻ പറ്റും? നമ്മളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, നമ്മളത് നന്നായിട്ട് ചെയ്താൽ നമ്മളതിൽ നന്നായി സ്കിൽഡാവും. ഏതുപോലെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന USS LSS വിന്നേഴ്സ് ഒക്കെ ഉണ്ടോ? ഒന്ന് കൈവെക്കോ? ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്കൂളിലെ ബാക്കിയുള്ളവർക്ക് എന്താ USS LSS ഒന്നും കിട്ടായിരുന്നത്? എന്താണ്? അവര് പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ട്, അല്ലേ? വളരെ സിമ്പിളാണ് ഉത്തരം, വളരെ സിമ്പിളാണ് ഉത്തരം. വെരി ഗുഡ്, മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾ. അവര് ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്തു. ആ ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.